Hi guys, it's me, the Mallu Banker. Welcome back to a new video. In this video, we will be discussing about the SBA clerk's last day strategies. അപ്പോൾ എസ് ബി ഐ ക്ലർക്കിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു മാക്സിമം ഫസ്റ്റ് ഡേയിലെ എക്സാമിന് വേണ്ടി മാക്സിമം 7 days ആണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഇനിയുള്ള ദിവസത്തിൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിച്ചാൽ എങ്ങനെ നല്ല സ്കോർ നേടാൻ പറ്റും, എങ്ങനെ നല്ല പേഴ്സൻറ്റേജിൽ കീപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എസ് ബി ഐ ക്ലർക്കിൻ്റെ എക്സാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ എക്സാം ഷിഫ്റ്റ് ഏതാണെന്ന് പറയാം. എൻ്റെ എക്സാം എന്ന് പറയുന്നത് 22nd അതും ഫസ്റ്റ് ഷിഫ്റ്റിനാണ് എൻ്റെ എക്സാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഷിഫ്റ്റും ഡേറ്റും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയുള്ള ലാസ്റ്റ് ഡേയ്സ്, ഇത്രയും ദിവസം എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതല്ല, ഇനിയുള്ള ലാസ്റ്റ് ഡേയ്സിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഭാവിയെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രിലിംസ് എന്ന് പറയുന്നത് മെയിനായിട്ടും സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ എന്തുമാത്രം സ്പീഡും ആക്യുറസിയും ഉണ്ടെങ്കിലേ നമ്മൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ് അതാണ്. സോ എന്ത് ചെയ്യണം, ഇനിയുള്ള ടൈമിൽ കൂടുതലും സ്പീഡ് മാത്സിനും അതുപോലെ തന്നെ പ്രിലിംസിനും നല്ല പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡൗൺസ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മെയിൻസിനെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് നിർത്തുക, മെയിൻസിൻ്റെ പ്രാക്ടീസ് നിർത്തുക. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ഇതുവരെയും കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ലാസ്റ്റ് ഡേയ്സിൽ ടൈം ഉണ്ടെങ്കിൽ ഒരു 1 hour കൊടുക്കും. എന്നാൽ പോലും കൂടുതൽ ടൈമും പ്രിലിംസിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും പ്രിലിംസിന് എക്സ്ട്രാ കോൺഫിഡൻ്റ് ആയിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് അത്. കാരണം മെയിൻസിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്ട്രാറ്റജി പ്രിലിംസിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫെയിലായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ടൈം കൂടുതലും പ്രിലിംസിന് തന്നെ ഫോക്കസ് കൊടുക്കണം. ദെൻ ഡൂസ് അടുത്തത് പറയാം. ഡൂസ് എന്താണ്, പ്രിലിംസിൻ്റെ ഫുൾ ലെങ്ത്ത് മോക്ക് ചെയ്യണം. പ്രിലിംസിൻ്റെ ഫുൾ ലെങ്ത്ത് മോക്ക് ചെയ്യണം. എത്ര എണ്ണം ചെയ്യണം? മിനിമം 2, മാക്സിമം 3. ഇതിൽ കൂടുതൽ ചെയ്യരുത്. ഓക്കെ, ഒരു 1 hour ഉള്ള ആ ഒരു എക്സാം ടൈമിൽ. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എക്സാം ഷിഫ്റ്റ് ഏത് ടൈമിലാണ്. അപ്പോൾ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9 o'clock അപ്പോൾ ആ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു മോക്ക് എടുത്ത് അത് അറ്റംപ്റ്റ് ചെയ്യണം. നമ്മൾ റിയൽ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുമോ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ആ മോക്കിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ടൈമിന് വേണ്ടിയിട്ട് അലേർട്ട് ആവുന്നതായിരിക്കും. ഇനിയുള്ള 7 days, ഇപ്പോൾ 22nd എക്സാം ഉള്ളവരാണെങ്കിൽ ഇനിയുള്ള 7 days ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആ ടൈമിൽ എന്ത് ചെയ്യും, നല്ല അലേർട്ടായിട്ടിരിക്കുകയും നമുക്ക് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി തന്നെ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എക്സാം ടൈമിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ആ ടൈമിലും ചെയ്യുക, അതല്ലാണ്ട് വേറൊരു മോക്ക് ഏതെങ്കിലും ഒരു ടൈമിലും ചെയ്യുക. ഒരെണ്ണം ചെയ്തതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ എന്ത് ചെയ്യരുത്, അടുത്ത മോക്ക് ചെയ്യരുത്. അതാകുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആയി പോയിട്ട് ആ കറക്റ്റ് ആക്യുറസിയോട് കൂടി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സോ 2 ഫുൾ ലെങ്ത് മോക്ക് മിനിമം ചെയ്യണം, മാക്സിമം 3, അതിൽ കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ട. ദെൻ അത് ഒരെണ്ണം ചെയ്യുന്നത് നമ്മളുടെ എക്സാം ടൈമിലായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ മോക്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഒലിവ് ബോർഡിലും പ്രാക്ടീസ് മോക്കിലും ഒക്കെ ലൈവ് മോക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ മോക്സ് ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ലൈവ് മോക്സിന് വരുന്നത്. അത് നമ്മളെ മീൻസ് റിയൽ എക്സാമിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എപ്പോഴും ലൈവ് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2 മോക്ക് ചെയ്യുമ്പോൾ 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും, അതായത് 2 വെബ്സൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അനാലിസിസ്. മോക്ക് ചെയ്താൽ മാത്രം പോരാ, അത് അനലൈസ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മോക്ക് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത്, എവിടെയാണ് കോൺസെപ്റ്റ് മനസ്സിലാവാതിരുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയ തെറ്റിപ്പോയത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് അനാലിസിസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മൾക്ക് എറർ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ
പാരാജമ്പിൾസ്, ഇതിലൊക്കെ എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിനെ എന്ത് ചെയ്യണം, കുറച്ചുകൂടി നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, കൂടുതൽ ഒത്തിരി മീൻസ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടൈം മാറിപ്പോകരുത്. എന്നാലും ഒരു ഡേയിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഡോൺസ് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ ക്ലാസ്സസ് സ്കിപ്പ് ചെയ്യുക. വീഡിയോ ക്ലാസ്സസ് ഇനിയുള്ള ടൈമിൽ നമുക്ക് വീഡിയോ ക്ലാസ്സസ് കാണാനുള്ള ടൈമല്ല. ഇതിന് മുൻപുള്ള ഒരു 1 മന്ത് വരെയും നമുക്ക് വീഡിയോ ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കി അതൊക്കെ ചെയ്യാമായിരുന്നു. ഇനിയും കൂടുതൽ നിങ്ങൾ PDFസിലും അതുപോലെ തന്നെ ക്വിസസിനെയും റിലേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ മൊത്തമായിട്ടും വീഡിയോനെ സ്കിപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ അറിയത്തില്ല, അപ്പോൾ ബോർഡ് ആൻഡ് സ്ട്രീം ഇന്നൊരു കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല, അപ്പോൾ വീഡിയോ ക്ലാസ് ആ ഒരു 2 മണിക്കൂറുള്ള വീഡിയോ കാണാം, അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ലാണ്ട് ഈ ക്വാൻസിൻ്റെ ഒക്കെ മാരത്തൺ ക്ലാസ്സസ് ഒക്കെ ഓരോ ടീച്ചേഴ്സ് വെക്കും. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാം റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് സമയമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അതല്ല എങ്കിൽ കൂടുതലും PDFസും അതുപോലെ തന്നെ ക്വിസസും ചെയ്യുന്നതാണ് നല്ലത്. PDFs ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെയും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ദെൻ ക്വിസസ്, ഫ്രീ സോഴ്സസ് ഉണ്ട് ക്വിസസ്, അത് പ്രാക്ടീസ് ചെയ്യണം. ക്വിസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ബൗണ്ടിൽ തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ആണ് എന്ത്, സെക്ഷണൽ ടെസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻ. അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സെക്ഷനെങ്കിലും ഒരു വീക്ക് ഏരിയ ആയിരിക്കും. ഓക്കെ, എൻ്റെ കേസിൽ എനിക്ക് ഇംഗ്ലീഷാണ് എന്നെ കുറച്ചുകൂടി എൻ്റെ മാർക്സിനെ സ്പോയിൽ ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. സോ എൻ്റെ കേസിൽ ഇംഗ്ലീഷും ദെൻ ക്വാൻസ് അത്യാവശ്യം ഡ്യൂവബിൾ ആണ്, എന്നാലും ഫുള്ളല്ല, എന്നാലും ഓക്കെ ആക്ച്വലി കുഴപ്പമില്ല എന്നുള്ളൊരു റേഞ്ചാണ്. അപ്പോൾ ഒരു ക്വാൻസ് ആണ് ഒരു ആൾക്ക് വീക്കായിട്ടുള്ളതെങ്കിൽ ആ ക്വാൻസിന് കൂടുതൽ എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ 2 പ്രിലിംസ് ലെവൽ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുകയാണ്. അത് അനലൈസ് ചെയ്യണം. അത് കഴിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ ഗൈഡ്ലി പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോക്സ് അവൈലബിൾ ആണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആ മോക്ക് പാക്കേജസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പേപ്പേഴ്സും കിട്ടും, ദെൻ സെക്ഷണൽ ടെസ്റ്റും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാം പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. സോ സെക്ഷണൽ മോക്ക് എടുക്കുക, അത് പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്യുക. ഓക്കെ, അനാലിസിസും ചെയ്യണം. സെക്ഷണൽ മോക്ക്, വീക്കർ സെക്ഷൻ്റെ സെക്ഷണൽ മോക്ക് നിർബന്ധമായും എടുക്കണം. ഇനിയുള്ള ടൈമിൽ ഇതൊക്കെയായിരിക്കും നമ്മളുടെ സ്കോറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാര്യമാണ്, നെക്സ്റ്റാണ് സ്പീഡ് മാത്സിൻ്റെ ഏരിയ, അതായത് സിംപ്ലിഫിക്കേഷൻ, റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ, ക്വാഡ്രാറ്റിക്, ഈ ഏരിയാസൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമ്മൾക്ക് ക്വാൻസിൽ ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും സ്പീഡ് മാത്സിൽ നിന്ന് വരും. ക്ലറിക്കൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ 15 to 20 മാർക്സ് ഉറപ്പായിട്ടും വരും. സോ അത്രയും ഒരു മാർക്സ് നിങ്ങൾക്കറിയാം SBIക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും റീസണിങ് ഒരു 35 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ഒരു 15 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ ക്വാൻസ് ഈ പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ പോലുള്ള സ്പീഡ് മാത്സിൻ്റെ ഏരിയാസും ചെയ്തു. അതല്ലാണ്ട് വേറെയും ഏരിയാസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ആവറേജ് 75 അപ്രോക്സിമേറ്റ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തവണ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അങ്ങനെ, കാരണം വേക്കൻസീസ് ഉള്ളത് കൊണ്ട്. കഴിഞ്ഞ വർഷം 76 സംതിങ് ആയിരുന്നു കട്ട് ഓഫ്. സോ എന്താണെങ്കിലും അതിൽ കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ എത്ര ടാർഗറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു 95% ആയാലും അതുപോലെ തന്നെ ഒരു 75+ മാർക്സും എന്നിരുന്നാലും എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം. ഒരു 75+ മാർക്സ് കിട്ടാവുന്ന രീതിയിൽ വേണം പ്രിലിംസിൻ്റെ മോക്സ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു 80 to 90 കിട്ടുന്നവർ എന്ത് ചെയ്യണം, ഒരു 95 ആയിട്ട് പെർസെൻറ്റൈലിനെ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിൽ നിന്നും ഒരു 5% മുന്നോട്ട് വരാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പ്രാക്ടീസ് പോകാൻ. ഓക്കെ, അപ്പോൾ സ്പീഡ് മാത്സിൻ്റെ ഏരിയാസ് സ്കിപ്പ് ചെയ്യരുത്. ക്വാൻസിൽ സ്പീഡ് മാത്സ്, ദെൻ ഇംഗ്ലീഷിൽ RC, എറർ ഡിറ്റക്ഷൻ, ദെൻ റീസണിങ്ങിൽ പസിൽസ്. ഇത്രയുമാണ് നമ്മളുടെ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. റീസണിങ്ങിൽ പസിൽസ് തന്നെ
ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പസിൽസ് ആണ് അറിയത്തില്ലാത്തത് അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ സെക്ഷൻ മീൻസ് ഫ്ലോർ ഫ്ലാറ്റ് കാണും, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ബേസ്ഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സെറ്റ്സും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ പസിൽസിൽ വീക്ക് ആണെങ്കിൽ. അപ്പോൾ ക്ലറിക്കൽ ലെവൽ എക്സാം ആണ്, ഒരു 1.5 മിനിറ്റ് കൊണ്ടെങ്കിലും മാക്സിമം പസിൽസ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ DIസിനൊക്കെ ആണെങ്കിലും ഒരു 1.5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആ ഒരു ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യാൻ എടുക്കരുത്. 2 മിനിറ്റൊക്കെ മാക്സിമം ആണ്. ക്ലറിക്കൽ ലെവൽ എക്സാം ആയിരിക്കും. 2 DIസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ DIയും സ്പീഡ് മാത്സും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറ് ലഭിക്കുന്നതായിരിക്കും. സോ DIയും സ്പീഡ് മാത്സും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. ദെൻ പ്രിലിംസിൻ്റെ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യണം. മെയിൻസ് പ്രാക്ടീസ് ഒഴിവാക്കണം. വീഡിയോ ക്ലാസ്സസ് കാണുന്നത് കുറയ്ക്കണം. ഓക്കെ, ഇത്രയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്പീഡ് മാത്സിൻ്റെയും DIസിൻ്റെയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്കൊരു 8 മിനിറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. കാരണം ബാക്കി അരിത്മെറ്റിക് പോർഷൻസ് ചെയ്യാൻ ഒരു മിനിമം ഒരു 8 മിനിറ്റ് എങ്കിലും നമ്മളുടെ കയ്യിൽ ലെഫ്റ്റ് ആയിട്ട് വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ അരിത്മെറ്റിക്കിലെ സിമ്പിൾ 1 ലൈനർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൂസും ഡോൺസുമായിട്ടും നമ്മളുടെ SBI ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോഴുള്ള നമ്മളുടെ മോക്ക് അപ്രോച്ച് എങ്ങനെയാണോ അത് തന്നെയായിരിക്കണം നമ്മളുടെ മെയിൻ എക്സാമിനും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, മിസ്സലേനിയസ് ചെയ്യുന്നു. ഇനി സാരമില്ല, എക്സാമിന് മുമ്പ് ആദ്യം പസിൽ ചെയ്യാം. നമ്മൾ ഒരിക്കലും കാണുന്ന ക്വസ്റ്റ്യനെ ആദ്യമേ പോയി അറ്റംപ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ഫുൾ എക്സാമിൽ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോലും കാണാതെ പോകരുത്. എല്ലാ ക്വസ്റ്റ്യൻസും സീൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആണ്, എവിടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മനസ്സിലാക്കി അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് വേണം എക്സാം ചെയ്യാൻ. അപ്പോൾ മോക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് അതല്ലെങ്കിൽ ഇടയ്ക്ക് പോസ് ചെയ്ത് എന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ദെൻ പിന്നെ വന്ന് ബാക്കി മോക്ക് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ആ ഒരു മോക്കിന് കൊടുക്കുന്ന ആ ഒരു 1 അവർ അത് ടോട്ടലി ആ ഒരു മോക്കിന് തന്നെ വേണം ആ ഒരു നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുള്ള് കൊടുക്കാൻ. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മളുടെ എക്സാമിന് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.